ഇതൊന്നും പോരാ. നിനക്ക് ഇതിനെ പറ്റി വല്ലതും അറിയോ? നമ്മ ഉണ്ടാണ്ടിരി. ഓ, ഇതെന്ത് KG കുട്ടികളുണ്ടോ കോമ്പറ്റീഷന്? ഇല്ല, എന്തേ? ഏതോ KG പിള്ളേർ എഴുതിയ പോലെ ഉണ്ടല്ലോ. നമ്മൾ വ്യൂവേഴ്സ് അങ്ങനെ ജഡ്ജ്മെന്റ് ഒക്കെ പാസ് ചെയ്യും. അതിന് എന്തിനാ വ്യൂവേഴ്സ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്? നിനക്ക് നിന്റെ ക്ലാസ്സിൽ പോയിക്കൂടെ? ഞാനൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ. കൈ പിടിക്കാനും സാൻഡ്വിച്ച് തരാനൊക്കെ ആൾക്കാരായി. ഇതെന്താണ്? അതെന്താ ഹാർട്ടോ? അതൊരു ഇമ്പോർട്ടൻ്റ് ഡയഗ്രാമാണ്. അത് അതൊട്ടും ശരിയായിട്ടില്ല. എന്താ ട്രാൻസിഷൻ സൗണ്ട് എഫക്ട്സാ. മനുഷ്യനെ കൊന്നിട്ടാ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നത്? ഹാർട്ട് അറ്റാക്ക് വന്നേനിപ്പോൾ. ബുള്ളറ്റാ ഇതിപ്പോൾ. ഈ സൗണ്ടൊക്കെ കേട്ട് മുരളി സാറിൻ്റെ ഹാർട്ട് അടിച്ചു പോകുന്നാ തോന്നുന്നു. As we can clearly see from this graph. As we can clearly cannot see. റൂബി അവനെ നെർവസ് ആക്കാതെ. അല്ല, ആസ് വി കൻ ക്ലിയർലി സീ എന്ന് പറഞ്ഞു. ഞാനൊന്നും കാണുന്നില്ലല്ലോ. ചെക്കൻ കൊള്ളാലോ. എന്തിന് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? ഇക്കാലത്തൊരു നല്ലത് ചെയ്യാൻ പറ്റില്ല. പ്രസന്റേഷൻ ഇതിനൊക്കെ വല്ല കൊട്ടേഷൻ പണിക്ക് പോയിക്കൂടെ? ബാക്കിയുള്ളവർക്കൊരു ഹെൽപ്പ് ആവില്ലേ? ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഒരു സീനിയർ വല്ലാണ്ട് ഹരാസ് ചെയ്യുന്നു. ചേട്ടാ ഹെൽപ്പ് ചെയ്യണം. എന്നോട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ചേച്ചിയാണ്. നീ എന്നെ തല കൊണ്ടുവന്നവന് ഇവനാരാന്നറിയോ? എൻ്റെ പൊന്നാങ്ങള. നീ ജൂനിയേഴ്സിനെ ഹരാസ് ചെയ്യാൻ തുടങ്ങിയോ? ഞാൻ അവളൊന്ന് സ്ട്രോങ് ആക്കാൻ നോക്കിയതല്ലേ? അല്ലേ? സ്ട്രോങ് ആയില്ലേ? നീ അവളുടെ പ്രൈസ് എടുത്തോ? കുറച്ച്. അത് ഒറ്റയ്ക്ക് കുറെ പ്രൈസ് ഉണ്ടായിരുന്നില്ലേ? ഒറ്റയ്ക്ക് ഇരുന്നത് തീർത്തു കൊടുക്കണ്ട ആരെങ്കിലും. ഞാൻ ഒന്ന് സഹായിച്ചതാ. ആളെ കൂട്ടി വന്നിരിക്കല്ലേ? ഇത് ആരാ ചോദിക്കുന്നത്? ഇവൻ എൻ്റെ പ്രൈസാണ് ഇവൻ എടുക്കാറ്. അങ്ങനത്തെ ഓനോടാണോ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തത് ഞാൻ എൻ്റെ പ്രൈസ് എടുത്തത്? ബെസ്റ്റ് ടീം. നിന്റെ പ്രൈസ് അവൻ എടുക്കാണ്ട് നോക്കിക്കോ. നീ അവളെ ക്യാൻറ്റീനിൽ വിട്ട് 2 റൗണ്ട് ഓടിച്ചെന്ന് പറഞ്ഞ എക്സസൈസ് അങ്ങോട്ട് നന്നാവണ്ടേ? നന്നാവാൻ അവളുടെ ക്രഷിനെ എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞു. അത് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇതിപ്പോ ഇത്ര വലിയ പ്രശ്ന? ഇതാണ് എനിക്കിവിടെ ആരോടും ഓക്കെ ഫൈൻ, ഞാനിവിടെ ആരോടും സംസാരിക്കുന്നില്ല. അടിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന ആള് കൊള്ളാം. നീ ഇവനെ എൻ്റെ അടുത്ത് നിന്ന് ആര് രക്ഷിക്കും? ഓക്കെ, അതൊക്കെ പോട്ടെ. ഇന്നലെ ആരെ ഇവളെ ബസ് കയറ്റി കൊടുത്തെന്ന് ചോദിക്കേ? ഞാൻ ഇത്ര നല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ സ്റ്റോപ്പില് അല്ലേ? അത് പറയണ്ട. അപ്പൊ ആദ്യം ഫ്രൈസ് എടുത്ത മാത്രം പറഞ്ഞു അന്നൊക്കെ ചോദിക്കാനൊരു ഞാനിവിടുത്തെ ഗുണ്ടേ. വേണമെങ്കിൽ ഒരു കൈ നോക്കട്ടോ. ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നല്ലേ നീ? അവളിനൊന്നും ചെയ്യില്ല. പോവാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെ ക്രഷ് ആരാന്ന് ഞാൻ അവിടെ പോസ്റ്റർ അടിക്കും. ചേച്ചി പ്ലീസ്. ഞാൻ ആലോചിക്കട്ടെ. ചെല്ല് ചെല്ല്.
എല്ലാവരും പോയി, നമ്മൾ രണ്ടാളും മാത്രം. ഐഷ അടങ്ങിയിരിക്കും. ലേറ്റായി, എന്നെ ഡ്രോപ്പ് ചെയ്ത് തരണം വീട്ടിൽ. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം? അതൊക്കെ ആരെങ്കിലും കണ്ട സീനാവില്ല ഐഷ. ഓ, അപ്പൊ അന്ന് ഞാൻ സാറിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോ വണ്ടി കയറുന്ന പറഞ്ഞ് ചീത്ത പറഞ്ഞ എന്നെ വണ്ടി കയറ്റി വീട്ടിലാക്കിനല്ലോ. എന്നെ ഡ്രോപ്പ് ചെയ്യൂല? ഓക്കെ, ചെയ്യാം. എന്തേ ഇപ്പൊ കൈയൊന്നും പിടിക്കണ്ടേ? എന്നിട്ട് സാറിന് എൻ്റെ കൈ തട്ടാനല്ലേ? കൈയൊക്കെ പിടിക്കുന്ന മോശമല്ല ഐഷ. എനിക്ക് സാറിൻ്റെ കൈ പിടിക്കണമെന്നൊന്നുമില്ല. എനിക്ക് സാറിൻ്റെ കൈ പിടിച്ച് സാറിൻ്റെ ബാക്കിൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊന്ന് നോക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ചിരി കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടറിയോ? അതൊക്കെ എനിക്കറിയാം. അതെങ്ങനെ അറിയാം? അതെന്നെ കണ്ടറിഞ്ഞൂടെ? മൊഞ്ച് മാത്രമല്ല, എൻ്റെ പേഴ്സണാലിറ്റി, പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, അതിന് പിന്നെ ഞാൻ ഭയങ്കര ടാലൻറ്റഡാ. ഞാൻ എത്ര വലിയ സംഭവമാണെന്നറിയോ? അതിന് പിന്നെന്താ സാറിന് എൻ്റെ കൈ പിടിച്ചാല്? അപ്പൊ ഒരിക്കലും സാർ എൻ്റെ കൈ പിടിക്കൂല. ഒരിക്കലും പിടിക്കൂല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എപ്പോഴാ? ടൈം ആയാലും. അതപ്പോ? ഐഷ, ഐ ലവ് യു. ഞാനിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ ചിലപ്പോൾ നീ ആയിരിക്കും. But it's not right. What's the problem? You're a forbidden fruit. No, I'm not. Yes, you are. നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ ചേർത്താം. ഇതളേ